BSc ഹോണേഴ്സ് ഫിസിയോതെറാപ്പി, ബാച്ചിലേഴ്സ് ഫിസിയോതെറാപ്പി എങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് എങ്ങനെയാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി മേടിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. UK ഫിസിയോതെറാപ്പിയിൽ പഠിക്കണമെങ്കിൽ UK നിങ്ങൾക്ക് നിങ്ങളുടെ 10+2 അഥവാ A ലെവലിന് ആവറേജ് ഒരു 70% മാർക്ക് വേണം. അതുപോലെ തന്നെ IELTS ഓവറോൾ 6.5, നോട്ട് ലെസ് ദാൻ 6 ഫോർ അതർ മോഡ്യൂൾസ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ UK നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. UK ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളം നിങ്ങൾ BSc പ്രീ രജിസ്ട്രേഷൻ ഫിസിയോതെറാപ്പി നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NHS ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടാവുന്നതാണ്. അതുപോലെ ധാരാളം പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫിസിയോതെറാപ്പി പഠിക്കുമ്പോൾ അത് അക്രഡിറ്റഡ് ആയിരിക്കണം. ചാർട്ടേഡ് ഫിസിയോതെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്രഡിറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ HCPC ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടുന്നതായിരിക്കണം. ഇങ്ങനെയുള്ള കോഴ്സുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തിരഞ്ഞെടുക്കാവുള്ളൂ. അതായത് BSc പ്രീ രജിസ്ട്രേഷൻ ഫിസിയോതെറാപ്പി, നോർമൽ UK അതിന് BSc ഹോണേഴ്സ് ഫിസിയോതെറാപ്പി എന്നാണ് പറയുന്നത്. ഇനി നാട്ടിൽ പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാം. നാട്ടിൽ ഫിസിയോതെറാപ്പി നോർമൽ 4 years ആണ്. നിങ്ങൾ ആ 4 years കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കണമെങ്കിൽ നിങ്ങൾ നോർമലി IELTS എടുക്കണം. അതുപോലെ മിനിമം 1 year എക്സ്പീരിയൻസ് എങ്കിലും വേണം നിങ്ങൾക്ക്. അതേ സമയത്ത് നിങ്ങൾ UK BSc ഹോണേഴ്സ് ഫിസിയോതെറാപ്പി 3 വർഷം മാത്രമേ ഉള്ളൂ UK. അത് പഠിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് HCPC രജിസ്ട്രേഷൻ കിട്ടാവുന്നതാണ്. ആ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് NHS ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ജോലി കിട്ടാവുന്നതാണ്. ഓൺലി തിങ്സ് യു ഹാവ് ടു മേക്ക് ഷുവർ ദ കോഴ്സ് ഈസ് അക്രഡിറ്റഡ് ബൈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ കൗൺസിൽസ്. ഓക്കെ, ഇതാണ് ഫിസിയോതെറാപ്പിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങൾ അതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിക്കുന്നതാണ്. താങ്ക് യു. പ്ലീസ് കോൺടാക്ട് അവർ ഓഫീസ് ബിലോ ഫോൺ നമ്പർ ഓർ ഇമെയിൽ ID. താങ്ക് യു.